സംസ്ഥാനത്ത് അതിതീവ്ര മഴ അത് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നമുക്ക് എത്ര ദിവസം എങ്ങനെ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങൾ കേരളത്തിനെ ഭൂപടം വെച്ച് തന്നെ വിശദമായി നോക്കാം. എന്തായാലും 2 ദിവസം കൂടി ഈ രീതിയിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെടാൻ പോവുകയാണ്. കേരളത്തിന്റെ ഭൂപടം നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായി കാണാം ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളതെന്ന്. അതായത് ഇന്ന് എന്തായാലും ഒരു ജില്ലയിലും റെഡ് അലേർട്ട് ഇല്ല, അതായത് അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. പക്ഷേ ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പാലക്കാട് യെല്ലോ അലേർട്ടാണ്, അതായത് നേരിയ തോതിൽ മഴ പെയ്യും എന്നുള്ളതാണ്. തൃശ്ശൂരും യെല്ലോ അലേർട്ടാണ്. ഇടുക്കിയിലും കോട്ടയത്തും ഓറഞ്ച് അലേർട്ടുണ്ട്, അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കോട്ടയത്തും അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നല്ല രീതിയിലുള്ള മഴക്കെടുതികൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മഴക്കെടുതികളുടെ വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും യെല്ലോ അലേർട്ടാണ്, അതായത് നേരിയ തോതിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് കൊല്ലത്തും തിരുവനന്തപുരത്തും സാധ്യതയുള്ളത്. ഇതാണ് നിലവിൽ ഉള്ള മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല, അതായത് റെഡ് അലേർട്ട് ഇല്ല, പക്ഷേ ഓറഞ്ച് അലേർട്ട് ഉണ്ട്, യെല്ലോ അലേർട്ട് ഉണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ പോകുന്നുണ്ട് എന്നുള്ളതും ഒരു ആശങ്കയായി നിലനിൽക്കുകയാണ്.